ഒരു മോട്ടീവോടെ കൂടെ അവിടെ മുമ്പോട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ട് ഫോഴ്സും ഏതെങ്കിലും ഒരെണ്ണം സത്യമായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും സത്യമാകാം. ഇതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. പോട്ടെ, എന്തായാലും അക്കാര്യത്തിലൊരു വ്യക്തത വന്നല്ലോ. TNGക്ക് നല്ലൊരു ട്രിബ്യൂട്ടുമായി. ശ്രീ ജോസഫ് വാഴക്കൻ, നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് മറ്റന്നാൾ. ഈ സർക്കാർ, ഉമ്മൻചാണ്ടി ഇതിനെ അതിജീവിക്കുമോ എന്നുള്ളത് നമുക്ക് ആ സമ്മേളനത്തെ വിടാം. ഈ ഉമ്മൻചാണ്ടിയെയും കൊണ്ടാണോ നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ഈ നിയമസഭ കഴിഞ്ഞ് അടുത്ത നിയമസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ ഉമ്മൻചാണ്ടിയെ തന്നെയാണോ നിങ്ങൾ മുൻനിർത്തുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കില്ല. അതൊക്കെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും, കോൺഗ്രസ് ഹൈക്കമാൻഡും UDF-ഉം തീരുമാനിക്കും. ഉമ്മൻചാണ്ടി പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞത് വന്നിട്ടുള്ള അതേ സാഹചര്യമാണ് ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയാൻ തയ്യാറാകുന്നില്ല? ഇന്ന് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു സാഹചര്യം മുമ്പ് കെ കരുണാകരനെ കൊണ്ട് ഉണ്ടായപ്പോൾ അത് വെട്ടി വേറൊരു മരം നടാൻ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വേണ്ടേ? ഇനി കോൺഗ്രസിനെ മുന്നോട്ട് പോകണമെങ്കിൽ കെ കരുണാകരൻ നേതൃസ്ഥാനം ഒഴിയുന്നതാണ് നല്ലത് എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതിന് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല, അന്നുണ്ടായിരുന്നു. ആരും ചെയ്യുകയുമില്ല. അത്തരത്തിലൊരു ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരം കാര്യങ്ങൾ 90കളിൽ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. 2016 അതില്ല. അന്നത്തെ കാര്യം എനിക്കറിയില്ല, ഇന്നില്ല. അത് ഇന്ന് അങ്ങനെ ഒരു സ്വഭാവം നല്ലൊരു സൈൻ ഓഫ് ആണ് ജോസഫ് വാഴക്കൻ നൽകിയത്. അല്ല, ഒരു കാര്യമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു ഗാർഡഡായിട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി കരുണാകരനെ താഴെ ഇറക്കി. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിച്ചത് AK ആന്റണിയായിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തലയും ജോസഫ് വാഴക്കനും കൂടി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി. ഇനി വല്ല VM സുധീരൻ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുക. അതുകൊണ്ട് അത് വേണ്ട. അതൊന്നും ജോസഫ് വാഴക്കൻ മരിച്ചാലോ അനുവദിക്കുന്ന പ്രശ്നമല്ല. അടുത്ത നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ജോസഫ് വാഴക്കൻ്റെ ചിരി കണ്ടില്ലേ? അടുത്ത നേതാവ് രമേശ് ചെന്നിത്തല അല്ലേ? ഞാൻ അങ്ങനെ ഇതൊന്നും കേട്ടാ ചിരിക്കുന്നവരൊന്നും അല്ല. കേരളത്തിലെ മാധ്യമങ്ങള് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയാണ് ജോസഫ് വാഴക്കൻ അല്ലെന്നാ പറഞ്ഞത്. എനിക്ക് രാഷ്ട്രീയവും എനിക്ക് കൃത്യമായ ലൈനുകളുള്ള കൂട്ടത്തിലാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ. ഒപ്പം തന്നെ ആരോപണം എന്നെ കുറിച്ച് ആരും പറയില്ല. രഞ്ജി പണിക്കർ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്